കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച ഐതിഹാസികമായിട്ടുള്ള സമരത്തിന് ശേഷം അതിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ച സോനം വാങ്ചുക് ഇന്ന് ദില്ലിയിൽ നിന്ന് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം രാജ്ഘട്ടിലേക്ക് എത്തുകയാണ്. അതെ, ഞങ്ങൾ സമരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നാളേക്ക് ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴാണ് അദ്ദേഹം ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്. നമുക്കറിയാം, ഈ രാജ്യത്തിനകത്ത് എന്താണ് ഈ രാജ്യത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും എന്ന് കാണിച്ച വലിയ സമരമാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിജയം ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്ന പറയുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഈ രാജ്യത്തിനകത്ത് എല്ലാം ഒരു മുതലാളിത്തത്തിന് കൊടുക്കുന്ന ഈ കാലത്ത് ഇതൊരു തുടക്കമാണ്. ഇനിയും പുതിയ പ്രക്ഷോഭങ്ങൾ വരും, സമരങ്ങൾ വരും. പറ്റകൾ ആളിക്കത്തിച്ച കനൽ കെടുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരും നമ്മളോട് പറയുന്നത്. ദില്ലിയിലെ രാജ്ഘട്ടിൽ നിന്നും ക്യാമറമാൻ കിരൺ രാജിനോടൊപ്പം ഫെമിന സിയൻ, കൈരളി ന്യൂസ്.